പട്ടാമ്പിയിൽ കോൺഗ്രസിന് വെല്ലുവിളിയായി വിമതൻ. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാഫി പട്ടാമ്പിയാണ് മത്സരിക്കാൻ ഇറങ്ങുന്നത്. അടുത്ത ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. റിയാസ് മക്കോളിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് നീക്കം. വിവരങ്ങളുമായി അരുൺ ആലത്തൂരാണ് പാലക്കാട് നിന്ന് ചേരുന്നത്. അരുണ, ഇതിപ്പോൾ ഈ വിമത നീക്കവും അപര നീക്കവും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിലും വളരെ സജീവമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെ മാത്രം സാഹചര്യമല്ല. ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും സമാനമായ രീതിയിലുള്ള ഗ്രൂപ്പിസവും അധികാര വടംവലിയും വളരെ രൂക്ഷമാണ്. ഈ പട്ടാമ്പിയിലെ സാഹചര്യം എന്താണ്? ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് പത്രിക നൽകുമ്പോൾ എന്ത് കാര്യമാണ് പാർട്ടി നേതൃത്വത്തിനെതിരെ ചൂണ്ടിക്കാണിക്കുന്നത്? ഗൗതം, ഈ പട്ടാമ്പിയിൽ മാത്രമല്ല പാലക്കാട് ജില്ലയിൽ ഒട്ടുക്ക് ഈ കോൺഗ്രസുകാർ സീറ്റിന് വേണ്ടിയുള്ള വടംവലിയും തമ്മിൽ തല്ലുമൊക്കെ തുടരുന്ന ഒരു സ്ഥിതിയാണ്. ഇന്നലെയാണ് DCC ജനറൽ സെക്രട്ടറി KC പ്രീത് രാജിവെക്കുന്ന ഒരു DCC ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായത്. പട്ടാമ്പിയിലേക്ക് വരുമ്പോൾ പട്ടാമ്പിയിൽ TP ഷാജി, റിയാസ് മുക്കോളി എന്നിവർ തമ്മിൽ വലിയ രീതിയിലുള്ള വടംവലിയായിരുന്നു സീറ്റിന് വേണ്ടി നടത്തിക്കൊണ്ടിരുന്നത്. ഈ TP ഷാജിയെ സംബന്ധിച്ചിടത്തോളം ഇടക്ക് വെച്ച് ഈ കോൺഗ്രസിൽ നിന്നും പിണങ്ങി പോവുകയും പിന്നീട് മറ്റൊരു പാർട്ടി മുന്നണി രൂപീകരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് തിരിച്ച് കോൺഗ്രസിലേക്ക് തന്നെ വരികയും ചെയ്തതാണ്. അതിൽ ഈ റിയാസ് മുക്കോളിയുടെ ആളുകൾ പറയുന്നത്, ഇങ്ങനെ പാർട്ടിയെ ചതിച്ച് പോയി പിന്നീട് വീണ്ടും തിരിച്ചു വന്ന ഒരു വ്യക്തിയെ സീറ്റ് നൽകരുത് എന്നുൾപ്പെടെയുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പാർട്ടിയിൽ തന്നെ നിലയുറപ്പിച്ച് നിന്നിട്ടുണ്ടായിരുന്ന റിയാസ് മുക്കോളിയെ പോലുള്ള ആളുകളെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളൊരു ആവശ്യമായിരുന്നു അവർ ഉന്നയിച്ചത്. പക്ഷെ ആ ആവശ്യത്തെയൊക്കെ നിരാകരിച്ചുകൊണ്ടാണ് TP ഷാജിക്ക് തന്നെ സീറ്റ് നൽകുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ ഈ TP ഷാജിക്ക് സീറ്റ് നൽകിയതിലും റിയാസ് മുക്കോളിയെ സ്ഥാനാർത്ഥിയാക്കാത്തതിലും പ്രതിഷേധിച്ചാണ് പട്ടാമ്പിയിലെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഷാഫി പട്ടാമ്പി എന്ന മണ്ഡലം പ്രസിഡന്റാണ് ഈ മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. റിയാസ് മുക്കോളിയെ സ്ഥാനാർത്ഥിയാക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് താൻ മത്സരിക്കുന്നത് എന്നുള്ളതാണ് ഷാഫി പട്ടാമ്പി പറയുന്നത്. അടുത്ത ദിവസം തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതിൽ കോൺഗ്രസിലെ തമ്മിത്തല്ലിങ്ങനെ തുടരുന്നു. ഇപ്പോൾ പട്ടാമ്പിയിൽ അത് വിമത സ്ഥാനാർത്ഥിയിലേക്ക് വരെ എത്തിയിരിക്കുന്നു. റിയാസ് മുക്കോളി കഴിഞ്ഞ തവണ പട്ടാമ്പി മത്സരിച്ചാണ്, പരാജയപ്പെട്ടു. റിയാസ് മുക്കോളിയെ സ്ഥാനാർത്ഥിയാക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതുണ്ടായില്ല. പുതിയൊരാൾ വരുന്നു. സ്വാഭാവികമായും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പ്രതിഷേധമുണ്ട്. ഇപ്പോൾ പഴയതിനേക്കാൾ തീവ്രമാണ്. എന്ന് വെച്ചാൽ ഞങ്ങളങ്ങ് ഇറങ്ങും, ഞങ്ങൾ മത്സരിക്കുമെന്ന് തീർത്തും പറയുക. പ്രസിഡന്റ് രാജിവെക്കുന്ന അവസ്ഥയിലേക്ക് അത് പിന്നീട് തിരുത്തി. അപ്പോൾ ചില സ്ഥാനമാനങ്ങളൊക്കെ കൊടുക്കാം എന്ന് പറഞ്ഞാവും ഇവരെയൊക്കെ അനുനയിപ്പിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.